നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 379th day. Today 69th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 379 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. ഗോകർണ ഉവാച അത്രൈവ ബഹവസ്സന്തി ശ്രോതാരോ മമ നിർമ്മല ആനീതാനി വിമാനാനി ന തേഷാം യുഗപത്കുധ. അത്രൈവ ബഹവസ്സന്തി ശ്രോതാരോ മമ നിർമ്മലാഃ ആനീതാനി വിമാനാനി ന തേഷാം യുഗപത്കുധ. ഗോകർണൻ ചോദിക്കുകയാണ്, ഇപ്രകാരം ദുന്ദുകാരിയെ വൈകുണ്ഠത്തിൽ നിന്നും വിമാനം വന്ന് ആ വൈഷ്ണവന്മാരായിട്ടുള്ള ആൾക്കാർ വിമാനത്തിൽ കയറ്റിയപ്പോൾ ഗോകർണന് ഒരു സംശയം തോന്നുകയും ഗോകർണൻ ചോദിക്കുകയും ചെയ്യുകയാണ്, ഇവിടെ എൻ്റെ ഈ ഭാഗവത കഥ ശ്രവിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് ഒരുപാട് പേർ, നിർമ്മലന്മാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അവരെയൊക്കെ കൊണ്ടുവരുവാൻ ഒരേ സമയം അനേകം വിമാനം കൊണ്ടുവരാതെ ഈ ദുന്ദുകാരിയെ മാത്രം കൊണ്ടുപോകാൻ ഒരു വിമാനം മാത്രം വന്നത് എന്താണ് എന്ന് പറഞ്ഞാലും എനിക്ക് അതിനെന്താണ് കാരണമെന്ന് അറിയണം. ഈ സപ്താഹം നടത്തുന്നുണ്ട് ഗോകർണൻ എന്നറിഞ്ഞിട്ട് വളരെ വളരെ സാധുക്കളും മറ്റുള്ള ജനങ്ങളുമൊക്കെ അവിടെ ഒത്തുകൂടിയിരുന്നു. അവരെല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ ഭാഗവത ശ്രവണത്തിന് മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും വിമാനത്തിൽ കയറ്റാതെ ഈ പാപിയായ പ്രേതമായ ദുന്ദുകാരിയെയാണ് വിമാനത്തിൽ കൊണ്ടുവന്ന് വിഷ്ണു രൂപം നൽകി വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അതേ സംശയം തന്നെ ഗോകർണനും ഉണ്ടാവുകയും ഗോകർണൻ നമുക്ക് വേണ്ടി ആ സംശയം നിവൃത്തി വരുത്തുകയാണ്. വിഷ്ണുദൂതന്മാരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നിർമ്മലന്മാരായിട്ടുള്ള ശ്രോതാക്കൾ ഉണ്ടായിട്ട് അവരെയൊന്നും കൊണ്ടുപോകാൻ ഒരേ സമയത്ത് ഒരുപാട് വിമാനം വരാതെ ഈ ദുന്ദുകാരിയെ മാത്രം കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാലും എന്ന് പറയുകയാണ്. അതിനുള്ള കാരണം പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിലും ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഈ വിഷ്ണുദൂതന്മാർ പറയുന്ന മറുപടി നമുക്ക് അനുസ്മരിക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. ഗോകർണോ വാച അത്രൈവ ബഹവസ്സന്തി ശ്രോതാരോ മമ നിർമ്മല ആനീതാനി വിമാനാനി ന തേഷാം യുഗപത്കുധ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.